إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون പ്രിയങ്കരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ അകലം കാത്തു സൂക്ഷിക്കണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും ജീവിതത്തിലുടനീളം അവകളെ പ്രായോഗികവൽക്കരിക്കുകയും അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ സൂറത്തായ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ 60, 61, 62 ആയത്തുകളിലൂടെ നമ്മെ ബോധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ ഒരിക്കലും പിശാചിനെ ആരാധിക്കുവാൻ പാടില്ല എന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ ഇതേ ആശയത്തിൽ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവായ ആസറിനോട് സംസാരിക്കുന്നതായി സൂറത്തുൽ മറിയമിൻ്റെ 44-ാമത്തെ ആയത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മില്ലത്ത് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട ചർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നടമാടിയിട്ടുള്ള ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സർവ നിലയ്ക്കുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുവാനും അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളെ മനസ്സിലാക്കുവാനും അതിനുള്ള സമ്പൂർണമായ പരിഹാരം കണ്ടെത്താനും കഴിയണമെങ്കിൽ മില്ലത്തു ഇബ്രാഹീമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ചർച്ചകൾക്ക് വിശുദ്ധ ഖുർആൻ വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനെ വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. ഒരു പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അങ്ങേയറ്റത്തെ കാരുണ്യവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് യാ അബത്ത് എന്ന പ്രയോഗത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്ന് വിളിക്കുന്നത്. ലാ തഅബുദു ശൈത്താൻ, താങ്കൾ ശൈത്താനിനെ ഇബാദത്ത് ചെയ്യുവാൻ പാടില്ല.
ഇന്ന ശൈത്വാന നിശ്ചയമായും ശൈത്വാൻ കാന ലിർറഹ്മാനി അസിയ്യ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആലയോട് അനുസരണമില്ലാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് പൈശാചികമായ ഒരു ആരാധന നിലപാടിലേക്ക് താങ്കൾ പോകരുത് എന്ന് അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി പറയുകയാണ്. അതിൻ്റെ ഒരു അപകടകരമായിട്ടുള്ള വശം വീണ്ടും യാ അബത്ത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഇന്നി അഖാഫു, ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, അയ്യമസ്സക അദാബും മിനർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിൽ നിന്നുള്ള അദാബുകൾ, ഫതകൂന ലിശൈത്വാനി വലിയ, കാരണം താങ്കൾ ശൈത്വാനിൻ്റെ ഒരുറ്റ മിത്രം എന്നുള്ള നിലയ്ക്ക് വലിയ അദാബുകൾ റഹ്മാനായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് താങ്കളോട് അള്ളാഹുവിനെ വിട്ട് മറ്റുള്ള ആരാധന നിലപാടിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള കാരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നാമതായി പറഞ്ഞിട്ടുള്ള വിഷയം ശൈത്വാനിനെ ആരാധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് റഹ്മാനായ അള്ളാഹുവിനോട് അനുസരണം കെട്ടവനാണ്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉയർത്തിവെച്ചിട്ടുള്ളത്. ഒന്ന് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആല, മറ്റൊന്ന് അസിയായിട്ടുള്ള അനുസരണം കെട്ട പിശാച്. സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് കുറ്റവാളികളായി ഹാജരാക്കപ്പെടുന്ന ആളുകളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അലം അഹദ് ഇലൈക്കും, നിങ്ങളോട് ഞാൻ കരാർ വാങ്ങിയിരുന്നില്ലേ, യാ ബനി ആദം, ആദം സന്തതികളെ, അല്ലാ തഅബുദു ശൈത്വാൻ, ശൈത്വാനിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക്. ഇന്നഹു, നിശ്ചയമായും അവൻ ലക്കും അദുവ്വും മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിനോട് സംസാരിക്കുന്ന സമയം റഹ്മാനായ അള്ളാഹുവിനെതിരിൽ പിശാചിനെ താങ്കൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലവും, എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചതിൻ്റെ ഭാഗമായി ഒരു പൈശാചികമായ ആരാധനയിൽ പെട്ടുപോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവ് അടക്കമാണ് നാളെ അള്ളാഹുവിൻ്റെ ഈ ഒരു വാക്കുകളെ നാളെ പരലോകത്ത് കേൾക്കേണ്ടി വരിക. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അല്ലാത്തവരെല്ലാം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഈ ശക്തമായ പ്രതികരണത്തിന് വിധേയമാകേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ആദം സന്തതികളെ നിങ്ങൾ ഒരു നിലയ്ക്കും പിശാചിനെ ആരാധിക്കുവാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതേ പിശാച് തന്നെയാണ് ഈ മനുഷ്യരോട് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ മേൽ യാതൊരു സുൽത്താനിയത്തും എനിക്കില്ല. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരിൽ നിലപാടുകൾ സ്വീകരിക്കാമായിരുന്നു. അതിന് മാത്രമുള്ള ശേഷികൾ അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് എത്രയോ വട്ടം വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇബ്ലീസ് പ്രത്യക്ഷ ശത്രുവാണ് എന്നുള്ള നിലയ്ക്കുള്ള എത്രയോ ഹദീസുകൾ നിങ്ങളുടെ ഓരോ പ്രവാചകന്മാരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വകവയ്ക്കാതെയാണ് എൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തെ നമ്മൾ മനസ്സിലൊന്ന് കാണുക. എത്രമാത്രം നഷ്ടബോധത്തോടുകൂടിയായിരിക്കും പരലോകത്ത് അള്ളാഹുവിനെ വിട്ടിട്ടുള്ള കാഴ്ചപ്പാടുകളുമായി
മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ നിലകൊള്ളേണ്ടി വരിക എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും പലപ്പോഴും അള്ളാഹുവിനെ വിട്ടുമാറാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന വളരെ തന്ത്രപരമായ ഒരു നീക്കം പിശാച് നടത്തുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണാജനകമായ കാഴ്ചപ്പാടിലായിരിക്കും അപ്പോൾ ജനങ്ങൾ ഉണ്ടാവുക. എന്താണ് ആ ഒരു വിഷയമെന്ന് ചോദിച്ചാൽ, ആ നിലയ്ക്കുള്ള ഒരു ചർച്ചയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഷെയ്ത്താനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഷെയ്ത്താൻ ആരോടാണ് അനുസരണ കേട് കാണിച്ചിട്ടുള്ളത്, അനുസരണമില്ലാത്തവനായിട്ട് നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ പ്രത്യേകമായി അവിടെ അള്ളാഹുവിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തിയത് റഹ്മാൻ എന്നുള്ള സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇന്നും ലോകത്ത് അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ ആരാധനാപരമായ വിഷയങ്ങളിൽ മാറ്റിയിടുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായി നീക്കങ്ങൾ നടത്തുമ്പോൾ അത്തരം എല്ലാ നീക്കങ്ങൾക്കും എതിരിൽ വിശുദ്ധ ഖുർആനിൽ നിലകൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് റഹ്മാൻ എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ ഉടനീളം ദഅവത്ത് ചെയ്യുമ്പോൾ പ്രധാനമായും അള്ളാഹുവിന് ഒരു സിഫത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നത്. റഹ്മാനായ അള്ളാഹു എന്നുള്ളതാണ്. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ ഖുറൈശികൾ മധ്യസ്ഥനായി അയക്കുന്ന സുഹൈൽ എന്നു പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി എഴുതുമ്പോൾ പ്രത്യേകമായും ചില സംഗതികൾ ആ ഉടമ്പടിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്ത് ആരംഭിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കാനാണ്. അപ്പോൾ സുഹൈൽ വന്നിട്ട് പറയും, അല്ലാഹു റഹ്മാനും റഹീമുമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ നമുക്കിടയിൽ തർക്കമില്ലല്ലോ, അതുകൊണ്ട് തർക്കം നിലനിൽക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടിയിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് റഹ്മാനും റഹീമും ഒഴിവാക്കണം. കാരണം അള്ളാഹു റഹ്മാനാണ് റഹീമാണെന്ന് നിങ്ങളുടെ വാദമാണ്, അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇന്ന് ലോകത്ത് പലപ്പോഴും ദൈവികമായ വഴികളിൽ നിന്നും ശരിയായ തൗഹീദി കാഴ്ചപ്പാടിൽ നിന്നും ജനങ്ങളെ മാറ്റിക്കൊണ്ട് പലപ്പോഴും അള്ളാഹുവിന് പകരം വെക്കുന്ന ചില ചിന്തകൾ, അതേത് മഹത്തുക്കളുടെ ആയിരുന്നാലും മഹാന്മാരുടെ പേരായിരുന്നാലും സഹാബത്തിന്റെ പേരിലായിരുന്നാലും അള്ളാഹുവിൽ നിന്നും ആളുകളെ വളരെ തന്ത്രപൂർവം ഇത്തരം ആളുകൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുത്തിയിട്ടാണ്. നരകത്തെ കുറിച്ച് പറയും, ഖബറിനെ കുറിച്ച് പറയും, മഹ്ശറ വൻമൈതാനിയിൽ അരങ്ങേറുന്ന ഭീകരമായ അവസ്ഥകളെ കുറിച്ച് പറയും. ഇങ്ങനെ പലപ്പോഴും പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടാണ് ആളുകളെ പതുക്കെ പതുക്കെ അവരുടേതായ താല്പര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ലോകത്ത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണത്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അതായത് അള്ളാഹു കടുപ്പക്കാരനാണ്, അള്ളാഹു കടുത്ത രൂപത്തിൽ ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ലോകത്തിന് കാരുണ്യമായി റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കുക, നമുക്ക് ശഫാഅത്ത് മാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൽ നിന്നും വളരെ തന്ത്രപൂർവ്വം ജനങ്ങളെ മറ്റുള്ള കാഴ്ചപ്പാടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അരുതായ്മകളുണ്ടോ അതിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഭൗതികമായ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രധാനമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ ഒരു ഉപദേശത്തെ നമ്മൾ നെഞ്ചിലേറ്റുക എന്നുള്ളതാണ്. കാരണം അള്ളാഹു റഹ്മാനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വന്നാൽ, ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിക്കൊണ്ടിരിക്കുന്ന ദഅവത്തിനെതിരിൽ മക്ക മുശ്രിക്കീങ്ങൾ അങ്ങേയറ്റം പരുഷമായ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ട്. എന്താണ്? ഖാലു വമർ റഹ്മാൻ,
അവർ പറയുന്നു, എന്ത് റഹ്മാനെ കുറിച്ചാണ് മുഹമ്മദ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ റഹ്മാൻ എന്നുള്ള ആ ഒരു വാക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അന്നും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അല്ലാഹു എന്നുള്ളതൊരു ഭീകരനായ ഒരു സങ്കല്പമായി അവതരിപ്പിച്ചിട്ട് എന്നാൽ മാത്രമേ തങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള താല്പര്യം എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും, പക്ഷെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ് റഹ്മാനായ അള്ളാഹുവിനോട് അനുസരണം കാണിച്ചവനാണ്. എന്നുവെച്ചാൽ ഏതവസ്ഥയിലായിരുന്നാലും, ഏത് കൊടിയ തെറ്റിലായിരുന്നാലും, തെറ്റിന്റെ ആഴക്കയങ്ങളിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യനായിരുന്നാലും മനസ്സ് തുറന്ന് റഹ്മാനായ അള്ളാഹുവിനെ ഒന്ന് വിളിച്ചാൽ പിന്നെ അതിനിടയിൽ ഒരാളുടെയും ആവശ്യമില്ല. ആ ഒരു അബദിന്റെ, ദാസന്റെ ആ വിളിക്ക് ഉത്തരം നൽകാൻ അള്ളാഹു സദാ സന്നദ്ധനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴാണ് ഏതൊരവസ്ഥയിലും അള്ളാഹുവിനെ നമുക്ക് വിളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വല്ലാത്തൊരു പ്രതീക്ഷ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നു. എത്രോളം ആളുകൾക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെയും ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. വലിയ പ്രചാരണം നടത്തേണ്ട ഒരു വിഷയമാണ്. എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം. ഏത് കൊടിയ തെറ്റിൽ കഴിയുന്നവനായിരുന്നാലും അവന്റെ കൈ പിടിച്ചിട്ട് പറയണം, നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടെന്ന് പറയാനുള്ള ആ ഒരു വിശാലമായ മനസ്സ് നമ്മൾ കാണിക്കണം. നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട്. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ചിലപ്പോൾ മനുഷ്യ വർഗത്തിൽപ്പെട്ട എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് പൊറുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട്. അള്ളാഹു ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്തില്ല. അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരുവനല്ല അള്ളാഹ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ റഹ്മാൻ എന്നുള്ള വലിയ സിഫത്തിനെ അവൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള ധാരണകൾക്കെതിരിൽ ശക്തമായ രൂപത്തിൽ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ പരിചയപ്പെടുത്തേണ്ട വലിയൊരു ബാധ്യതയാണ് ഖുർആൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അല്ലെങ്കിൽ കൂടുതലായി അത്തരം നല്ല ചിന്തകളെയും ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ആശയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കൂടുതലായി നാം ഖുർആൻ കയ്യിലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം ആയത്തുകളൊക്കെ അടിക്കടി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇതാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയുന്ന, പലപ്പോഴും തെറ്റിച്ചു കളയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഒരു നിലയ്ക്കും ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ള വലിയൊരു ചിന്തയാണ് റഹ്മാൻ എന്നുള്ള ഈ ഒരു സിഫത്ത് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആസറിനോടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്. താങ്കൾ ഒരു വിഗ്രഹ നിർമ്മാതാവായിരിക്കും, ധാരാളം വിഗ്രഹങ്ങളെ നിർമ്മിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ധാരാളം ഇത് കച്ചവടം ചെയ്ത് താങ്കൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ധാരാളം ആളുകളെ താങ്കൾ ബഹുദൈവ ആരാധനയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ ഒരു പശ്ചാത്താപത്തെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾക്ക് എന്ത് ചെയ്യാം? ശൈത്വാനെതിരിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ, ശൈത്വാൻ അനുകൂലമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തി താങ്കൾ റഹ്മാനിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ദഅവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നല്ല ഒരു ശൈലിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ തെറ്റുകളിൽ അകപ്പെട്ട ആളുകളെ, അല്ലെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ വളരെ മോശമായ വാക്കുകൾ കൊണ്ടോ അവരെ മാനസികമായിട്ട് തളർത്തുന്ന രൂപത്തിലോ ആക്ഷേപിക്കുന്ന രൂപത്തിലോ അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലോ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ പൊതുവിൽ പാരന്റിങ്ങിന് വളരെ നല്ല ഒരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്കാലം മുതലേ പലപ്പോഴും നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു പ്രയോഗമായിരിക്കും, അള്ളാഹ് നിന്നെ നരകത്തിലിട്ട് കരിക്കുമെന്ന്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മാതാപിതാക്കൾ അവരോട് പറയുന്നതാണ്, മോനെ അത് ചെയ്യരുത്, മോളെ അത് ചെയ്യരുത്, പടച്ചവൻ നോക്കിക്കോ നിന്നെ നരകത്തിലിട്ട് കരിക്കും. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഇന്നേ വരെ നരകത്തിലിട്ട് കരിച്ചതായിട്ട് ഒരൊറ്റ തെളിവ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും? ഹദീസിൽ നിന്നോ ഖുർആനിൽ നിന്നോ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ട് കരിച്ചതായിട്ട് ഒരൊറ്റ തെളിവ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും? നമ്മളെ കൊണ്ട് സാധ്യമല്ല. കാരണം കുഞ്ഞുങ്ങളോടും വൃദ്ധന്മാരോടും പ്രായമായ ആളുകളോടും അള്ളാഹുവിനുള്ള കാരുണ്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വലിയ ആവേശത്തോടെ സംസാരിച്ചിട്ടുണ്ട്.
അള്ളാഹുവിന് നാണക്കേടാണ് പോലും. ഒരു വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, അള്ളാഹുവിന് വല്ലാത്ത നാണക്കേടാണ്, ലജ്ജയാണ്. എന്താണെന്നറിയോ? ഈ വൃദ്ധന്മാരെയും കുഞ്ഞുങ്ങളെയും ശിക്ഷിക്കുന്ന വിഷയത്തിൽ. സുബ്ഹാനല്ലാഹ്, വൃദ്ധന്മാരെയും കുഞ്ഞുങ്ങളെയും ശിക്ഷിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് ഭയങ്കര ലജ്ജയാണ് പോലും. അവർ ചെയ്യുന്ന അരുതായ്മകൾ അത് പുറത്തു കൊടുക്കാനാണ് അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. അല്ലെ, കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കടുത്ത രൂപത്തിലല്ല അവരോട് നമ്മൾ പ്രതികരിക്കേണ്ടത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയണം എന്നാണ്. എന്താണ്? റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു തആല, മോനെ, അള്ളാഹുവിന് വിഷമമാകും, അള്ളാഹുവിന് പ്രയാസമാകും, അള്ളാഹുവിന് ഇതൊന്നും ഇഷ്ടമല്ല, മോന്റെ ഈ ചെയ്തി കാരണം ഇബ്ലീസാണ് സന്തോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വലിയ കാരുണ്യത്തിന്റെ വിശാലമായ തലത്തെ എന്ത് ചെയ്യുക? നമ്മൾ അവിടെ വിശദീകരിച്ചു കൊടുക്കുക. പലപ്പോഴും നമുക്കിടയിൽ തെറ്റിന്റെ വഴിയിലേക്ക് കൂടുതലായി ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിന്റെ കാരണം അവരോടാണല്ലോ അന്വേഷിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ തെറ്റായ മേഖലയിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലഹരിയിലേക്കും മറ്റുള്ള തെറ്റുകളിലേക്കും ആളുകൾ പോകുമ്പോൾ അത്തരം കുട്ടികളുടെ കൈകൾ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കുക, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്ന്. പലപ്പോഴും അത്തരം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള പല വ്യക്തികളും നമ്മളോട് സംസാരിക്കാറുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. പലപ്പോഴും അന്വേഷിച്ചു വരുമ്പോൾ ആ കുട്ടി ആ ഒരു തെറ്റിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ തെറ്റായിട്ടുള്ള ശൈലികളാണ്. ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ശൈലി. അവിടെ റഹ്മാൻ എന്നുള്ള ഒരു സങ്കല്പത്തിന് യാതൊരു പ്രാധാന്യമില്ല, കടുത്ത നിലപാടാണ്. അപ്പൊ ഇവിടെയൊക്കെ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം പിതാവിനെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു സിഫത്ത് റഹ്മാൻ എന്നുള്ളതാണ്. കാരുണ്യമാണ്, എല്ലാത്തിനും പരിഹാരമാണ്. അബദ്ധങ്ങൾ സംഭവിച്ചോ, തെറ്റ് സംഭവിച്ചോ, പ്രശ്നങ്ങൾ ഉണ്ടായോ, പരിഹാരം ഉണ്ടല്ലോ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. എന്ത് രസമുണ്ടായി ഇങ്ങനെയുള്ള സംസാരം കേൾക്കാൻ. അതേസമയത്ത് തെറ്റ് സംഭവിച്ചോ, എന്ത് വിവരക്കേടാണ് ഈ കാണിച്ചത്, നിന്റെ ഭാഗത്ത് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വിമർശനാത്മക രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എത്രയോ കൊടിയ തെറ്റിന്റെ വഴിയിലാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ ഒരു തെറ്റിന്റെ വഴിയിലാണ് പിതാവായ ആസർ ഉള്ളത്. സൂറത്ത് ലുഖ്മാൻ നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? അഊദുബില്ലാഹി മിനശ് റജീം. ആസർ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് അടക്കമാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന ശിർക ലളുൽമുൻ അദീം എന്ന് പറഞ്ഞത്. ഏറ്റവും കൊടിയ മഹാപാതകമാണ് ഷിർക്ക് എന്നുള്ളത്. ആ ഷിർക്കിന്റെ പ്രവർത്തന വഴികളിലാണ്, അതിന്റെ പ്രബോധകനാണ്, അതിന്റെ പ്രചാരകനാണ്, അതിന്റെ പ്രയോക്താവാണ്, വാക്താവാണ് ആര്? ഇവിടെ പിതാവായ ആസർ. ആ ആസറിന്റെ മുന്നിലാണ് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്തുകൊണ്ട് ആ ഒരു തലത്തിൽ നമ്മുടെ പുതുതലമുറയെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല മനോഹരമായ സങ്കല്പങ്ങളിലേക്ക്, നല്ല കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എന്തുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടത് പ്രധാനമായും നല്ല ക്ഷമ ആവശ്യമാണ്, സഹനത ആവശ്യമാണ്. അള്ളാഹുവിനോളം തന്നെ വിശാലമായ, അള്ളാഹുവിനോളം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റഹ്മാനായ സിഫത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളമാണ്. ഇപ്പൊ ഒരു വേളയിൽ അതിന്റെ ഒരു ഭാഗമായി നമ്മൾ മാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലാണ് പറഞ്ഞത്. ഒന്ന് ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരോടും കാരുണ്യം കാണിക്കണം, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം. അത് മനുഷ്യരോടൊന്ന് മാത്രമല്ല, പ്രകൃതിയോടും ഇവിടെയുള്ള സകല ജീവജാലങ്ങളോടും നിങ്ങൾ എന്ത് ചെയ്യണം? റഹ്മത്ത് കാണിക്കണം, കാരുണ്യം കാണിക്കണം. അങ്ങനെയെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവനോട് അള്ളാഹു ഒരിക്കലും കാരുണ്യം കാണിക്കുന്നതല്ല. ഇനി സ്വർഗത്തിന്റെ മാനദണ്ഡമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നമ്മളുടെ അമലുകൾക്ക് പകരമായി സ്വർഗം തേടാമെന്ന് ആരും വിചാരിക്കേണ്ട. ആദരണീയരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരോടാണ് പറയുന്നത്. എത്രമാത്രം ഉന്നതരായി നിലകൊള്ളുന്ന ഒരു ജനവിഭാഗമാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്ത ഇപ്പൊ നമ്മുടെ സൽക്കർമ്മങ്ങളും അവരുടെ സൽക്കർമ്മങ്ങളും നാമും തട്ടിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്, എത്രമാത്രമായിരിക്കും. അപ്പൊ അവരോട് പറയുന്നത്, നിങ്ങൾ ചെയ്ത ഈ സൽക്കർമ്മങ്ങൾക്ക് പകരമായി സ്വർഗം പകരം വെക്കാമെന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ട കേട്ടോ.
അത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ അധിഷ്ഠിതമായ ഒരു സംഗതി മാത്രമാണ്. അതൊരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്. എന്താണ് സമ്മാനത്തിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ റഹ്മത്ത് മാത്രമാണെന്ന് അതിലബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രമാത്രം ഈ ഒരു റഹ്മാൻ എന്നുള്ള ഒരു സിഫത്തിന് ഇവിടെ പ്രാധാന്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേളയിൽ പറയുണ്ടായി, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അത്രേ, എന്റെ 99 സിഫത്തുകളിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സിഫത്തുകൾ ഏതാണെന്ന് താങ്കൾക്ക് അറിയുമോ? അല്ലാഹ് തന്നെ മറുപടി കൊടുത്തു, റഹ്മാനുർ റഹീമുമാണ് അത്രേ. സുബ്ഹാനല്ലാഹ്. എത്രമാത്രം അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇവിടെ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കും അപ്പുറം ഒരു പൈശാചിക ചിന്തകൾ എവിടെയെങ്കിലും രൂപപ്പെടുന്നുവെങ്കിൽ അത് റഹ്മത്തിന്റെ അഭാവമാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പലപ്പോഴും പൈശാചികമായിട്ടുള്ള തെറ്റിന്റെയും അധാർമികതയുടെയും ലഹരിയുടെയും വഴിയിലേക്ക് കുട്ടികൾ പോകാനുള്ള കാരണം ആ വീട്ടിലെ റഹ്മത്തിന്റെ കുറവാണ്, ആ വീട്ടിലെ കാരുണ്യത്തിന്റെ കുറവാണ്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നും പലപ്പോഴും സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ വലിയ തെറ്റുകൾ കടിമപ്പെടാനുള്ള കാരണം ആ സമൂഹത്തിന്റെ ഉള്ളിലുള്ള റഹ്മത്തിന്റെ കുറവാണ്. അപ്പൊ ഇത്രമാത്രം റഹ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയണം. കാരണം പൈശാചികമായ ഒരു വഴിയിലേക്ക് ഒരാൾ പോകാനും പിശാചിനെ തന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത താല്പര്യങ്ങൾക്ക് ഒരു വ്യക്തി വശംവദനാകുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ആളുകൾ പോകാനുള്ള കാരണം റഹ്മത്തിന്റെ കുറവാണ് എന്നുള്ള നിലയ്ക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ പിതാവായ ആസറിനോട് സംസാരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞെന്താണ്, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബൻ മിനർ റഹ്മാനി ഫതകൂൻ ലിശൈത്വാനി വലിയ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, വലിയ ശിക്ഷകളിലേക്ക് താങ്കൾ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. അവിടെ വീണ്ടും പറയുന്നു, അദാബു മിനർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും. ഇത്രമാത്രം ക്ഷമിക്കാനും ഇത്രമാത്രം പൊറുക്കാനും തയ്യാറായി അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും ആ റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു തആലയെ വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു സിഫത്തിനെ ചൂഷണം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ ചിലപ്പോൾ പറയേണ്ടി വരും. അത്രമാത്രമാണ് റഹ്മത്ത് എന്നുള്ള സിഫത്തുമായി അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതലായി ഖുർആൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വല്ലാതെ സംസാരിച്ചു കളഞ്ഞു. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം, ആ ഒരു സിഫത്തിനെ ചൂഷണം ചെയ്യാൻ സ്വന്തം ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, നമുക്കായിട്ടില്ല എങ്കിൽ പിന്നെ കൊടിയ ശിക്ഷ എന്നല്ലാതെ മറ്റൊരു ചിന്തയ്ക്കോ ചർച്ചയ്ക്കോ അവിടെ യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റഹ്മാനായ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ആദ്യം സംസാരിക്കുക, അതിന്റെ സകലമാന സാധ്യതകളെ കുറിച്ചും പറയുക. ഈ സാധ്യതകളെ മരണം വരെ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. വലിയൊരു മാരകമായ ഒരു അവസ്ഥയാണ്. മരണം വരെ ഒരുവന് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്തിനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വല്ലാത്ത ഗതികേടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷകളായിരിക്കും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബോധ്യപ്പെടുത്തുന്നു. അവിടെ സ്വാഭാവികമായും അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലിയായിട്ടുള്ളത് ശൈത്വാൻ തന്നെയായിരിക്കും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബോധ്യപ്പെടുത്തുക. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നിട്ടാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, അലം അഹ്ദിയിലേക്കും യാ ബനി ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ കരാറ് വാങ്ങിച്ചിരുന്നില്ലേ അല്ലാ തഅബുദു ശൈത്വാൻ. സൂറത്ത് യാസീനിലെ ആയത്തുകളാണ്. ശൈത്വാനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്, ഇബാദത്ത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ കരാറ് വാങ്ങിച്ചിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും പൈശാചികമായ നേർക്കുനേരെയുള്ള ആരാധനയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ചില മേഖലകൾ കേന്ദ്രീകരിച്ച് പൈശാചികമായ സാത്താൻ സേവകളുണ്ട്. അതിനെക്കുറിച്ച് മാത്രമല്ല അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ വിട്ടിട്ടുള്ള അതെല്ലാം പൈശാചികമായ ഇബാദത്തിന്റെ തലത്തിലാണ് വരിക. കാരണം അള്ളാഹുവിനെ വിട്ട് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളൊക്കെയും ആരാണ് നമുക്ക് ഉപദേശിച്ച് നൽകുന്നത് എന്ന് ചോദിച്ചാൽ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ ആളുകളുടെയും സദറുകളിൽ ഇബ്ലീസ് ഇങ്ങനെ ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ, ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, ഒരു തെറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ കാത്തിരക്ഷിക്കും, എന്റെ തെറ്റുകളൊക്കെ മാപ്പാക്കുമെന്നുള്ള ഒരു ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു വ്യക്തിക്ക് തിരിച്ചെത്താൻ കഴിയാതെ അയാൾ നിരാശപ്പെട്ടു പോകുന്നുണ്ട്.
അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെട്ടു പോകുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചുള്ള 100% പിശാചിന്റെ കൈകളിലായിരിക്കും അവന്റെ അവസ്ഥ എന്നുള്ളതാണ്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അതിനെപ്പറ്റി നേർക്കുനേരെ തന്നെ നമ്മെ ബോധിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയിലായ ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചു. അതും അള്ളാഹു പ്രയോഗിച്ച ഒരു പ്രയോഗം എന്ന് കഴിഞ്ഞാൽ സ്വന്തം നഫ്സിനോട് അങ്ങേറ്റം അതിക്രമം കാണിച്ച ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചു. അല്ലാതെ നന്മയുടെ മേഖലയിൽ കഴിഞ്ഞുകൂടിയ ആരെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടോ എന്നല്ല ചോദിക്കുന്നത്. സ്വന്തം നഫ്സിനോട് അങ്ങേറ്റം അതിക്രമം കാണിച്ച് തെറ്റിന്റെ പടുകുഴിയിൽ കഴിഞ്ഞുകൂടുന്ന ആരെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ഞാൻ ഇവിടെ ഉണ്ടെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രയോ വലിയ ആവേശകരമായിട്ടുള്ള ഒരു വലിയൊരു തിരിച്ചുവരവിനുള്ള എത്ര അത്യുഗ്രമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അവിടെ ഏതവസ്ഥയിൽ പെട്ടുപോയാലും എനിക്കെന്റെ അള്ളയുണ്ട്, വേറെ ആരും എന്നെ അംഗീകരിച്ചിട്ടില്ലേലും എനിക്കെന്റെ പടച്ചവനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ വന്നിട്ടില്ല എങ്കിൽ ആ നിരാശ ബാധിച്ച മനസ്സുമായി നമ്മൾ ചെന്നെത്തുന്നത് ഏതെങ്കിലുമൊക്കെ അപകടകരമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടിലേക്കായിരിക്കാം. അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 100% പിശാചിനോടുള്ള ഇബാദത്ത് തന്നെ ആയിരിക്കും എന്ന് അല്ലാഹു പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞത് ആ ഇബ്ലീസ് ആ നിരാശയും കൊണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തെറ്റിന്റെ വഴിയിലേക്കാണ്, നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ഒരു മിത്രമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇബ്ലീസിനെ തോന്നുന്നുവെങ്കിലും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. അല്ലാഹു പറയുന്നു വഅനിഅ്ബുദൂനി, വീണ്ടും അല്ലാഹു പറയാണ് വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യൂ. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയൊരു താക്കീത് നൽകിയിട്ടാണ്. അതായത് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന മുജ്രിമീങ്ങളായ ആളുകളോട് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങളൊക്കെ മാറി നിൽക്കണം, തെറ്റിന്റെ ആളുകളും കുറ്റവാളികളും ഒക്കെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു പ്രഖ്യാപനം വരുന്നതിന്റെ ഉടനെയാണ് ഈ ഒരു ആയത്ത് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത്. നാളെ ആ ഒരു ഗതികെട്ട അവസ്ഥയിൽ മുജ്രിമീങ്ങളോടൊപ്പം മാറി നിൽക്കാൻ പാടില്ല. അങ്ങനെ മാറി നിൽക്കുന്നവരൊക്കെയും പൈശാചികമായ ആ ഒരു പ്രേരണയിൽ പെട്ടുപോയി അവസാനം അവനെ ഇബാദത്ത് ചെയ്യേണ്ട ഒരു ഗതികേടിൽ പെട്ടുപോയ ആളുകളാണ്. ആ തലത്തിലേക്ക് നിങ്ങൾ ആരും പോകാൻ പാടില്ല. അതിനുശേഷം വീണ്ടും സ്നേഹത്തോട് പറയാണ് വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും ജീവിച്ചിരിക്കുന്നവരാണ്. ആ പൈശാചികമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളെയും ഉപേക്ഷിച്ചതിന് ശേഷം ആ കാരുണ്യത്തിന്റെയും ആ സമാധാനത്തിന്റെയും ആ സന്തോഷത്തിന്റെയും ആ സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും അങ്ങനെ എന്തൊക്കെ കാരുണ്യത്തിന്റെ വകഭേദങ്ങളായിട്ട് കടന്നു വരുന്നുവോ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. കാരണം ഇതാണ് എൻ്റെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. എന്നിൽ നിന്നും ഏറ്റവും കൂടുതൽ അള്ളാഹു പ്രതീക്ഷിക്കുന്നത് ഇതാണ്. ഞാൻ എല്ലാവരോടും കാരുണ്യം കാണിക്കണം. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റി അങ്ങനെ അവനോട് ശത്രുതാ മനോഭാവത്തോട് മുന്നോട്ട് പോകണം എന്നല്ല. അവൻ എന്നോട് തെറ്റ് ചെയ്തു, ശരിയാണ്, പക്ഷെ എന്നാലും അവനോടൊന്ന് മാപ്പ് കൊടുത്തേക്കാം. ഞാൻ എത്രമാത്രം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നുവോ അത്രമാത്രം എൻ്റെ ജീവിതമാണ് കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ കൂടുതൽ സമാധാനം എന്താണ് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള ശരിയായൊരു തിരിച്ചറിവാണ്. ഈ അടുത്ത കാലത്ത് കൂടുതൽ തുകകൾ മുടക്കി ഒരു പ്രത്യേകമായ ഒരു പരിശീലന പരിപാടിക്ക് പോയ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു. ഒരൊറ്റ ക്ലാസ്സിന് 5000 രൂപ അല്ലെങ്കിൽ 12000 രൂപയൊക്കെയാണ് മുടക്കേണ്ടി വരുന്നത്. എന്താണ് പഠിപ്പിക്കുന്നത്? ഇപ്പൊ പറഞ്ഞു ഫോർഗീവ്നെസ് ആണ് അവിടെ പഠിപ്പിക്കുക. എന്താണ് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ? മാപ്പ് കൊടുക്കുക, അത്ര തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഇന്നയാൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു എന്നൊരു പേപ്പറിൽ എഴുതണം. ഏറ്റവും കൂടുതൽ ശത്രുത മനസ്സിൽ തോന്നുന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് എഴുതണം. പിന്നീടോ വീണ്ടും നമ്പർ ഇടണം. അങ്ങനെ നമ്പർ ഇട്ട് കൂടുതൽ ആളുകളെ ആ പേപ്പറിന്റെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള പരിശീലനമാണ് അവിടെ കൊടുക്കുക. കൂടുതലൊന്നുമില്ല, നല്ല തുക കൊടുക്കേണ്ടി വരും. അപ്പൊ ആളുകൾ ചോദിക്കുന്നു ഇതിന് മാത്രം ഭ്രാന്ത് ആളുകൾക്കുണ്ടോ എന്നാണ്. കാരണം ഇങ്ങനെ തുക കൊടുത്തിട്ട് അവിടെ പോയിരുന്നിട്ട് നമ്മൾക്ക് ശത്രുതയുള്ള മുഴുവൻ ആളുകൾക്ക് മാപ്പ് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം ഇവർ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ ആസ്വദിക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു ആസ്വാദനത്തിന് തലത്തിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. എന്തൊരു സന്തോഷമാണെന്നറിയോ? ഇന്ന് പ്രകൃതിക്ക് പഴയതിനേക്കാൾ നിറം കൂടുതലാണ്.
ഇന്ന് ശബ്ദങ്ങൾക്ക് വല്ലാത്ത സൗന്ദര്യമാണ്, ആസ്വാദ്യകരമാണ്, പഴയതുപോലെയല്ല. കാരണം എന്താണെന്നറിയോ, എൻ്റെ മനസ്സ് പതുക്കെ സ്ഫുടം ചെയ്ത് തുടങ്ങിയതിൻ്റെ ആ ലഹരി, ആ ഒരു ആസ്വാദനം ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ ഇവിടെ ചെയ്തത്? മാപ്പ് കൊടുത്തു, അത്ര തന്നെ. ആദ്യം ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞു, പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നീട് അടുത്തയാളെ കൊണ്ടുവരാൻ പറഞ്ഞു, അപ്പോഴും പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു 25 ആളുകൾ ലിസ്റ്റിൽ നടന്നപ്പോൾ പിന്നെ ആലോചിച്ചിട്ട് എടുക്കുകയാണ്, ഇനി ആർക്കാ ഞാൻ മാപ്പ് കൊടുക്കേണ്ടത്? അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള ആളുകളെ മനസ്സിങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും എന്നോട് ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ആളുകളുടെ അടക്കം പേരുകൾ എൻ്റെ മനസ്സിങ്ങനെ തെരഞ്ഞു തേടി കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പരിശീലനമാണത്. അതിന് എത്ര തുക കൊടുത്താലും മതിയാകില്ല എന്നാണ്. എന്താ ഇവിടെ? നിങ്ങൾ റഹ്മത്തിന്റെ പ്രായോഗികമായ തലത്തിലേക്ക് വരാനാണ് ആ ട്രെയിനർ അവിടെയുള്ള മുഴുവൻ ആളുകളും ആവശ്യപ്പെടുന്നത്. അതിന് ഫോർഗീവ്നെസ്സുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇതാണ് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യും. ഇബ്ലീസ് എന്ത് ചെയ്യും? അവനോട് വെറുപ്പ് വയ്ക്കാൻ പറയും, ഇവനോട് വെറുപ്പ് വയ്ക്കാൻ പറയും, അവനോട് വെറുപ്പുണ്ടാക്കാൻ പറയും. ആ ഓരോ ആളുകളും ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളെ പോലും വലിയ പർവ്വത സമാനമായ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അതിന്റെ ഒരു മെന്റൽ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ ഇത്തരം ക്ലാസ്സുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ചെറിയൊരു തെറ്റ് വരുന്നു, നമ്മുടെ മനസ്സ് പിന്നെ അതിനെ ഇങ്ങനെ കൂട്ടി ചിന്തിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കുന്നു. അതിൻ്റെ എല്ലാ മനപ്രയാസങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കുന്നതിൻ്റെ മെന്റൽ പ്രോസസ്സിംഗ് അവിടെ അവതരിപ്പിച്ചിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പൈസ കൊടുത്തിട്ടാണ് ആളുകൾ സ്വയം റഹ്മത്തൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് നടപ്പിലാക്കി കൂടെ എന്നുള്ളതാണ്. അതിന് ഖുർആനെ നമ്മളൊന്ന് കയ്യിലെടുക്കുക, ശരിയായ രൂപത്തിലൊന്ന് പഠിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രഖ്യാപനം എന്താണ്, അല്ലെങ്കിൽ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ മുറുകെ പിടിക്കണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പിതാവിനോടുള്ള ഉപദേശവുമായി ബന്ധപ്പെട്ട ചർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പൈശാചികമായ ആരാധനയുടെ ഏറ്റവും ശരിയായ ഒരു ഭാഗം വിശദീകരിക്കുന്നത് 5-ാമത്തെ സൂറത്തായ സൂറത്ത് അൻആമിന്റെ 74-ാമത്തെ ആയത്തിലൂടെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിനോട് പറഞ്ഞു, ലിഅബീഹി ആസറ, അദ്ദേഹത്തിന്റെ ആസർ എന്ന പേരുള്ള പിതാവിനോട്, അതത്തഖിദു അസ്നാമൻ ആലിഹ, ഇലാഹായിട്ട് നിങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് വിഗ്രഹങ്ങളെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നി അറാക്ക, നിശ്ചയം താങ്കളെ, വ ഖൗമക, താങ്കളോടൊപ്പമുള്ള ആളുകളെയും ഞാൻ കാണുന്നു. അറാക്ക, ഞാൻ കാണുന്നത്, ഫി ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു വഴികേടിന്റെ ഒരു അവസ്ഥയിൽ നിന്നും താങ്കൾ മോചനം നേടണം. ഈ വഴികേടെന്ന് പറഞ്ഞാൽ തന്നെ, വലാലയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെന്താണ്? അതൊരു പൈശാചികമായ വഴിയാണ്. അപ്പൊ പൈശാചികമായ വഴിയിൽ നിന്നും താങ്കൾ തിരിച്ചു വരണം എന്ന് വളരെ മാന്യമായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആസറിനെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്നുള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ശരിയായ ഇലാഹിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവിടെ ശരിയായ പഠനങ്ങൾ ആവശ്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന, അല്ലെ നല്ല നിരീക്ഷണങ്ങൾ ആവശ്യമാണ് എന്നെ ബോധ്യപ്പെടുത്തുന്ന നല്ല ഒരു ചർച്ചയിലൂടെയാണ് ഖുർആൻ നമ്മളെ കൂട്ടിക്കൊണ്ടു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആഴ്ചകൾ അത്തരം ചർച്ചകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെ ഒരു തുടക്കം എന്നോണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രധാനമായിട്ടും പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വകദാലിക, ഇവിടെ അല്ലാഹ് പറയുകയാണ്, വകദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. അതേപ്രകാരം തന്നെ നല്ല ഒരു നിരീക്ഷകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് നാം മലക്കൂത്ത് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. മലക്കൂത്തിനെ കുറിച്ചുള്ള നല്ലൊരു ബോധ്യം, അല്ലെങ്കിൽ മലക്കൂത്തു സമാവാതി വൽ അർദ്, പ്രപഞ്ചവും അതുപോലെ തന്നെ ഭൂമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന മലക്കൂത്തിനെ കുറിച്ചുള്ള ശരിയായ ബോധ്യം അദ്ദേഹത്തിന് നാം നൽകുകയുണ്ടായി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്താണ് മലക്കൂത്ത് എന്നതിനെ കുറിച്ച് കൂടുതൽ നാം അന്വേഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ
ഇന്നിപ്പോൾ ഏറ്റവും ആധുനികമായ രൂപത്തിൽ അതിന് നമുക്ക് മൾട്ടിവേഴ്സ് എന്നാണ് പറയാൻ കഴിയുക. ഇന്നും നാസയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായം കുറഞ്ഞ ഒരു യുവ സയന്റിസ്റ്റായ മാക്സ് ടെക്മാർക്കാണ് മൾട്ടിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള മിഷിയോ കാക്കുവിനെ പോലുള്ളവർ പാരലൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത്തരം കൺസെപ്റ്റുകളെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്തൊക്കെ മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് സാധനം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ മോഡേൺ സയൻസ് കൂടുതൽ അത്തരം വിഷയങ്ങളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലക്കൂത്ത് എന്നുള്ളതിന് കൃത്യമായ രൂപവും ഭാവവും കൈവരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ആ നിലയ്ക്ക് വലിയൊരു പ്രാപഞ്ചികമായ ഒരു പഠന വ്യവസ്ഥയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അള്ളാഹു നയിച്ചു എന്നാണ് ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നല്ല നിലയ്ക്ക് മനസ്സിലാക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിമി മില്ലത്തിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിനെ ശരിയായ രൂപത്തിൽ അനുധാവനം ചെയ്യാനുള്ള നല്ല തൗഫീഖും വിശാലമായ മനസ്സ് നൽകി നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധക്കെടുതികൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുകയും അവർക്കൊക്കെയും സമാധാന സമാശ്വാസവും നല്ല പരിഹാരങ്ങളും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ജയിലുകളിൽ പോകുന്ന നിരപരാധികളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് ജയിൽ മോചനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാധാനം സമാശ്വാസവും സബറും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ നാട്ടിലുള്ള സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അവരെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അതുപോലെ എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീദിന്റെ വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.